ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു ടിഫിൻ ബോക്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ലൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒന്നെങ്കിലും നെയ്യ് അല്ലെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വലിപ്പമുള്ളൊരു സവോളയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബസ്മതി റൈസോ നമ്മുടെ നോർമൽ മട്ട റൈസോ. ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന സാധാ മട്ട റൈസാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യാം. ചെറിയ തീയിൽ തന്നെ വാട്ടിയെടുക്കാം കേട്ടോ. വാട്ടിയെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള മുട്ടയെടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കണം കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാല എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടി ആവശ്യത്തിന് മുളക് പൊടിയും പേരിന് ഗരം മസാല അല്ലെങ്കിൽ പെപ്പർ പൗഡർ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവറും ഒരു സൂപ്പറായിട്ടൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ആണെങ്കിലും നെയ്യുടെ ആണെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നമുക്കത് ഏത് വേണേലും യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുത്തതിന് ശേഷം സിമ്പിളാണ്. ഇതിനകത്തേക്ക് നമുക്ക് ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടമോ തൈരോ അച്ചാറോ ഒരു ബോയിൽഡ് കല്ല് ഓംലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒന്നുമില്ലാതെയും ചൂടോടെ സെർവ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് അതുപോലെ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ ലഞ്ചായിട്ടും ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഇത് ക്യാരി ചെയ്യാവുന്നതാണ്. ഫ്രഷായിട്ട് കഴിക്കുന്നതിനാണ് കേട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള റൈസ് എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഫൈനൽ ഇപ്പോൾ ഒരു മിന്നിന് വരും. എല്ലാം കൂടെ ഒന്നൊന്നേൽ പറ്റി മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഇങ്ങനെ സൂപ്പർ ഫ്ലേവറാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾ റൈസും അതുപോലെ ഷ്രെഡഡ് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ റൈസുമായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇതിൽ ടൊമാറ്റോ ഇല്ലായിരുന്നു. അതാണ് ഫൈനലായിട്ടുള്ള സെർവിങ്. നമ്മളിങ്ങനെ മോൾഡ് പോലെയൊക്കെ ആക്കി തൈരും പപ്പടമൊക്കെ ഉപയോഗിച്ച് ചൂടോടെ കഴിച്ചു. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മടിയുള്ള ദിവസങ്ങളിലും കറികളൊക്കെ കുറവുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ബാച്ചിലേഴ്സ് റെസിപ്പിയാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ സൂൺ. ഇനി അടുത്ത സിമ്പിളായിട്ടുള്ള അടുത്ത ബാച്ചിലേഴ്സ് റെസിപ്പീസും കൊണ്ട് വേഗം കാണുന്നതും വരെയും ടേക്ക് കെയർ. ബൈ ബൈ.